ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റഹിമഹുല്ലാ ഒരുപാട് ചികിത്സകൾ ലോകത്തിന് വിതറിക്കൊടുക്കുന്ന മഹാനുഭാവനാണ്. ഒരാൾ അതാ ഒരു പെൺകുട്ടി കടന്നു വന്നിട്ട് മഹാനുഭാവനോട് പറയുകയാണ്, യൂസുഫ് നബഹാനി തങ്ങളെ, ഞാൻ അവിടെ നിന്നൊരു ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാണ്. എന്റെ വീട്ടിന്റെ ഉള്ളറയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കാൻ ഒരാളില്ല. എന്റെ ബാപ്പ രോഗിയാണ്, ബാപ്പക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പുറം ലോകത്തുള്ള ജോലിക്ക് വേണ്ടിയല്ല ഞാൻ കടന്നു പോകുന്നത്. പിന്നെ ഞാൻ കടന്നു പോകുന്ന എവിടെയെന്നറിയുമോ? അടുക്കള ജോലിക്കാണ്. അവിടെ ഉള്ള രാജ്ഞിക്കൊരു സ്വഭാവമുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരാരാണോ ആ ഭക്ഷണം ഉണ്ടാക്കുന്നവർ വായിക്ക് രുചിയോടുകൂടി കഴിക്കാൻ പറ്റിയാൽ അവരെയാണ് സെലക്ട് ചെയ്യുക. യൂസുഫ് നബഹാനി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ, ആ രാജ്യത്തുള്ള ആ രാജ്ഞി നല്ലതുപോലെ ഭക്ഷണം പാചകം ചെയ്ത് വായിക്ക് നല്ല രുചി ഉണ്ടാകണം. ഇപ്പൊ നമ്മളൊരു കടയിൽ കയറണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഏത് കടയിലായിരിക്കും നമ്മൾ എപ്പോഴും കയറുക? നല്ല രുചിയുള്ള കടയിലേ കയറുള്ളൂ. നമ്മൾ ഏറ്റവും നല്ല രുചിയുള്ള കടയിൽ കയറും. കാരണം എന്താ? അവിടെ നല്ല ഭക്ഷണം കിട്ടും. ഞാൻ ഇപ്പൊ റസാഖിനോട് പറയാണ്, റസാഖ് നമുക്ക് എവിടെങ്കിലും കയറി ഭക്ഷണം കഴിക്കണം പറഞ്ഞാൽ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ നമുക്കറിയാവുന്ന നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുണ്ട്, നല്ല മീനൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അവിടത്തേക്ക് പോകും. ഇതേപോലെ ഈ രാജ്ഞിക്ക് ഒരു സ്വഭാവമുണ്ട്. ഏറ്റവും നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ വിളിക്കും. അന്ന് അവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. യൂസുഫ് നബഹാനി റഹിമഹുല്ലയുടെ മുമ്പിൽ ഈ പെണ്ണ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, തങ്ങളെ, എന്റെ വീടിന്റെ ഉള്ളിൽ എന്റെ ഉപ്പയും ഉമ്മയെ എനിക്കൊന്ന് നോക്കണം. അതിനെനിക്ക് അവിടെ ഇന്റർവ്യൂവിൽ ഞാനൊന്ന് വിജയിച്ചാലാണ് എനിക്ക് സമാധാനം കിട്ടുക. യൂസുഫ് നബഹാനി റഹിമഹുല്ല അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, വലമ്മാ ദഖലൂ മിൻ ഹൈതു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ശൈഇൻ ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യഖൂബ ഖലാഹാ. ഈ പരിശുദ്ധമായ പവിത്രമായ ഈ സൂറത്തിന്റെ ഈ ആയത്തിനെ നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് പൊന്നുമോളെ നീ വിജയിക്കുമെന്ന് പറയുകയാണ്. ഈ പെണ്ണവിടെ നിന്ന് ആവർത്തിച്ചോതി. അവിടത്തേക്ക് പെണ്ണവിടെ നിന്ന് തിരിച്ചു വന്നു യൂസുഫ് നബഹാനി തങ്ങളുടെ മുമ്പിൽ. 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോ യൂസുഫ് നബഹാനി റഹിമഹുല്ല ചോദിച്ചു പോയി, മോളെ, നിന്റെ ഇന്റർവ്യൂ അവിടെ നിന്ന് പറഞ്ഞ്, തങ്ങളെ, ഞങ്ങൾ 200-ൽ പരം ആളുകളുണ്ടായി, 200-ൽ പരം പെൺകുട്ടികൾ ഉണ്ടായി. എല്ലാവർക്കും അവിടെ നിന്ന് ഒരേ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കാനാ കൊടുത്തത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. പടച്ച റബ്ബേ, അവസാനം അവിടെ നിന്ന് എല്ലാവരും നിരന്നു നിൽക്കുകയാണ്. അവരവർക്ക് തരുന്ന പാത്രമുണ്ട്. ആ പാത്രത്തിൽ അവരവരുടെ പേരുണ്ടാകണം. ഞങ്ങൾ അങ്ങനെ പേരൊക്കെ രേഖപ്പെടുത്തി ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട്, അൽഹംദുലില്ലാഹ്, നല്ല ഭക്ഷണമാ അല്ലാ, അതിലൊന്നും എന്റെ പേര് വരുന്നില്ല. അവസാനത്തെ ഒരു പേരെന്നെ വിളിക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കാതോർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഈ ഭക്ഷണം നീ തന്നെ വന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് തരുമ്പോൾ എന്റെ മനസ്സൊന്ന് പിടഞ്ഞു പോയി. അടുത്തുള്ള 2 പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തിതൊന്ന് കഴിച്ചു നോക്ക്, നിങ്ങൾ എന്തേ പറയുന്നത്? ഉടൻ തന്നെ പെൺകുട്ടികൾ പറഞ്ഞു, മോശമാണ്. അവരിതുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവരിങ്ങനെ ഇപ്പൊ നല്ലത് പറയും. ഇപ്പൊ ഞാനിപ്പോ റസാഖിനോട് നല്ല ഭക്ഷണം ഉണ്ടാക്കി, നമ്മളിപ്പോ ഇന്റർവ്യൂവിന് പോയിട്ടപ്പോ നമ്മളോട് ചോദിക്കാണ് എങ്ങനെയുണ്ട്. ഇപ്പൊ ഞാനിപ്പം അവനും ഭക്ഷണം ഉണ്ടാക്കി, ഞാനും ഭക്ഷണം ഉണ്ടാക്കി, ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കാണ്. അപ്പൊ ഇവ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് ഒരാൾ പറയും, ഇതൊന്ന് കഴിച്ചു നോക്കുന്നത്. ഞാൻ എന്താ പറയാ, എത്ര നല്ല, എന്തോ കുറച്ച് കുറവുണ്ട്. കാരണം എന്താ? നമുക്ക് അവിടെ കയറി പറ്റണം. അതേപോലെ കഴിച്ചവരൊക്കെ പറഞ്ഞു. അവസാനം രാജ്ഞി അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, എനിക്ക് ഇതേപോലെ രുചിയുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ വീട്ടിന്റെ ഉള്ളില്, എന്റെ അടുക്കളയിൽ ഇന്ന് മുതൽ ജോലി ചെയ്യാൻ നീയാണ് കടന്നു വരേണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇന്റർവ്യൂവിൽ എന്നെ അവിടെ നിന്ന് പാസ്സാക്കി എന്ന് പറയുമ്പോ സൂറത്ത് യൂസുഫിലെ ഈ ആയത്ത് എത്രയോ മഹത്വമുള്ളതാണ്. നിങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളെ കൊണ്ട് ഈ ഒരു ആയത്ത് അവിടെ നമ്മൾ ഓദിപ്പിക്കണം. ഇതൊന്നും നമ്മൾ ഇങ്ങനെ വെറുതെ എന്റെ സമയം കളയാൻ വേണ്ടി പറയല്ല. ഒരുപാട് സഹോദരങ്ങൾ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും അവരതിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെ മക്കളുടെ കാര്യം പറഞ്ഞ്, അതുപോലെ പ്രിയമുള്ളവരുടെ കാര്യം പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇരിക്കുന്നവർ നിറഞ്ഞ മനസ്സോടുകൂടി ഓതേണ്ടുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ
ഈ ഒരായത്ത് നമ്മൾ 7 തവണ അതിൽ കൂടുതലോ നമ്മൾ ചൊല്ലി നല്ല ഉദ്ദേശത്തോടുകൂടി അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് കടന്നു പോയാൽ അവന്റെ ഇന്റർവ്യൂ അവിടെ നിന്ന് പാസ്സാകുമെന്നാണ്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യൂസുഫിലെ 68-ാമത്തെ ആയത്താണ്. 68-ാമത്തെ ആയത്ത് നമ്മൾ അവിടെ നിന്ന് ഓതുക. എത്രയാണ്? 7 തവണ മസ്റ്റായി നമ്മൾ ഓതിയിരിക്കണം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഇതൊന്നും വെറുതെ പറയുകയല്ല, ഇതൊന്നും വെറുതെ ഒരു അല്ലാഹുവേ സമയം പോക്കിന് പറയുകയല്ല. വലമ്മാ ദഖലൂ മിൻ ഹൈതു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ശൈഇ ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യഅഖൂബ ഖളാഹാ. പരിശുദ്ധമായ സൂറത്ത് യൂസുഫിന്റെ 68-ാമത്തെ ആയത്ത്. ഇതൊരു ജോലിക്ക് വേണ്ടി, പുതിയ ഒരു ജോലിക്ക് വേണ്ടി കടന്നു പോകുമ്പോഴും ഇത് ഏറ്റവും നല്ലതാണ്. അപ്പൊ പരിശുദ്ധമായ യൂസുഫിന്റെ ഈ ഒരായത്താണ് സൂറത്ത് യൂസുഫ് 68-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഓതണം. അല്ലാഹുവിൽ എന്നിട്ട് ഒരൊറ്റ ദിക്റും കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെ അങ്ങനെ കടന്നു പോകാൻ പറയേ. ഇപ്പൊ അടുത്ത് നമ്മൾ അറിയപ്പെട്ട ഏറ്റവും നല്ലൊരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോകുന്ന ഒരു അൽഹംദുലില്ലാ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ഇന്നലെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥലം എന്താ ചെയ്യാൻ, ഞാൻ പോവാണ്. പിന്നെ പലവട്ടം പോയി, പക്ഷെ നടക്കണില്ല, എന്താ ചെയ്യാ? മാഷാ അല്ലാഹ്, ഈ ഒരൊറ്റ ആയത്തിന്റെ പവറാണ്. അൽഹംദുലില്ലാ, സന്തോഷത്തിന്റെ വാർത്തയാ നമ്മളെ അറിയിപ്പിക്കുന്നത്. കാരണം എന്തെന്നറിയുമോ? അതൊരത്ഭുതമാണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം എനിക്കോ ഖുർആനിന്റെ ആയത്തിന്റെ പവറാണ്. ഖുർആനിന്റെ ആയത്തിന്റെ പവറാണ്. അൽഹംദുലില്ലാഹ് വലക്കൽ ഹംദു യാ അല്ലാഹ്. ഉസ്താദേ വിജയിച്ചിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സന്തോഷത്തിന്റെ വഴികളിലൂടെയാണ്, ആനന്ദത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ഏറ്റവും നല്ല സന്തോഷം നിങ്ങൾക്ക് അല്ലാഹു തരട്ടെ. അതിന്റെ ഏറ്റവും നല്ല സന്തോഷം അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞെങ്കിൽ വളർന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ നിങ്ങളിത് ചൊല്ലുമോ? നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും കൊണ്ടുതരുന്നതാണ്. അപ്പൊ രണ്ടാമത്തത് അതാണെങ്കിൽ ഇനി പലരും എന്നോട് ചോദിക്കും, അടുത്തൊരു ചോദ്യമാണ്, ഉസ്താദേ ഞങ്ങൾ കച്ചവടം നടത്തുന്നവരാണ്, ഞങ്ങൾ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ്, നിനക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ദിക്റാണ്. കച്ചവടം ചെയ്യുന്നവരാണ്, അവർക്ക് എന്തേ ചെയ്യേണ്ടുന്നത്? എന്നാൽ അവിടെ നിന്ന് ഇതേ നമ്മൾ പറഞ്ഞു പോയ യൂസുഫ് നബഹാനി റഹിമഹുല്ല തന്നെയാണ് അവിടെ നിന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങളുണ്ട്. ഈ 2 നാമങ്ങൾ അങ്ങ് പതിവാക്കിയാൽ ഭർത്താവ് കച്ചവടം ചെയ്യുന്നവരായിരിക്കാം, ഭർത്താവ് സന്തോഷത്തോടെ കടന്നു പോകുന്നവരായിരിക്കാം. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വം വല്ലാത്ത പവറാണ്. യാ ഗനീയു യാ മുഗ്നീ. 2 ദിക്റും നമ്മൾ ചൊല്ലുന്ന ഒരു സമയം യാ ഗനീയു യാ അല്ലാഹ് യാ മുഗ്നീ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചൊല്ലുന്നവരാരാ? അവരുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. ഇത് ഒരു ദിവസം ചൊല്ലാനുള്ളതല്ല, ദിവസത്തിൽ എപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റുമോ ആ സമയത്തൊക്കെ നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ സന്തോഷത്തിലാവുകയാണ്. പടച്ച റബ്ബേ, മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, കാണാൻ നല്ല അഴകുള്ളൊരു ചെറുപ്പക്കാരൻ, ചുറുചുറുക്കുള്ള യുവകോമളൻ. റസാഖ് അവനെ കിട്ടിയ പറഞ്ഞു, അള്ളാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ. കാണാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു യുവകോമളൻ മദീനയിൽ, മദീന മണ്ണിൽ നടന്നോ നീങ്ങും ഒരു കൊട്ടാരം,
പുണ്യത്തിൻ പൂവിൻ നിറഞ്ഞ താരകപ്പൂവാനം. നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല കച്ചവടം ചെയ്യാൻ. അപ്പൊ ചില ആളുകൾ ചില കടകളിലൊക്കെ അതുപോലെ ജ്വല്ലറിയിലൊക്കെ ഒന്ന് അവന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് നോക്കും, അവൻ എങ്ങനെ ആളുകളെ അവനിലേക്ക് ആകർഷിക്കുന്നുവെന്ന്. രണ്ടാമത് ആ ചെറുപ്പക്കാരന്റെ സൗന്ദര്യം നോക്കും. ഇന്നിപ്പോ മൊത്തം അങ്ങനെ ആണല്ലോ, ഇന്നിപ്പോ മൊത്തത്തിൽ അങ്ങനാണല്ലോ ഈ ലോകം തന്നെ പോകുന്നത് അല്ലേ? എല്ലാം നോക്കാറുണ്ട്, കടന്നു വരാറുണ്ട്. അങ്ങനെ ഓരോ സന്തോഷത്തിന്റെ വഴികളും ഓരോരുത്തരെ സെലക്ട് ചെയ്യും. പഠിച്ചവനെ, മദീനയിലുള്ള ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്, അവൻ നല്ല ഗ്ലാമർ ഉണ്ടെങ്കിലും അവൻ കച്ചവടം തുടങ്ങി. പക്ഷേ കച്ചവടത്തിൽ പുരോഗമനമില്ല. കാരണം എന്തെന്നറിയുമോ? അവന്റെ തൊട്ടടുത്തിരുന്ന് കച്ചവടം ചെയ്യുന്നവർ മുമ്പേ കച്ചവടം തുടങ്ങിയവരാണ്. അവന്റെ അരികത്തിരുന്ന് കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ കുറെ മുമ്പേ കച്ചവടം ചെയ്തതാ. ഇപ്പൊ റസാഖ് ഇപ്പൊ നല്ലൊരു മൊബൈൽ ഷോപ്പ് ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് സാധന സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ തൊട്ടടുത്തൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, കുറെ ദിവസങ്ങളായതാണ്. എന്നാൽ ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അവിടെ നിന്ന് കയറി ഇറങ്ങും, പിന്നെ എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. എന്നാൽ അവിടെ നീ ചെറുപ്പക്കാരൻ മനസ്സ് പൊട്ടുകയാണ്. അല്ലാഹുവേ, എനിക്കെന്തേ കച്ചവടമില്ലാത്തത്? എനിക്കെന്തേ സന്തോഷമില്ലാത്തത്? എന്റെ ജീവിതത്തിൽ എന്തേ ഖൈർ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുക്കുന്നത്, യാ ഗനിയ്യു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ഈ ദിക്റൊന്ന് ചൊല്ലാൻ പറയുമ്പോൾ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഈ പൊന്നുമോൻ ഈ ദിക്ർ അങ്ങനെ ചൊല്ലുകയാണ്. അല്ലാഹുവേ, കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു വരികയാണ്. ആ നാട്ടിൽ അവനിക്ക് ലഭിച്ച ഒരു സന്തോഷം പോലെ, അവനിക്ക് ലഭിച്ച ഒരു ആനന്ദം പോലെ മറ്റൊന്നുമില്ല, മറ്റൊരു സൗഭാഗ്യമില്ല, മറ്റൊരു ആനന്ദമില്ല. അല്ലാഹുവേ, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് യാ ഗനി എന്നുള്ള ദിക്ർ ഇങ്ങനെ പതിവാക്കി അവൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു പോവുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരിക്കലും പിടുത്തം വിട്ട കച്ചവടത്തിനപ്പുറത്തോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനിക്ക് വല്ലാത്ത കച്ചവടമായി. ഞാനൊന്ന് ചോദിച്ചിട്ട്, ഹോസ്പിറ്റലൊക്കെ നടത്തുന്നവരുണ്ട്, അവരെങ്ങനെ രോഗികൾ കൂടണെന്നാണോ? അല്ല, അവര് ദുആ ചെയ്യണം, അല്ലാഹുവേ ഇവിടെ വരുന്നവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ, അല്ലേ? എന്റെ അടുക്കൽ ഇപ്പൊ തൊട്ടടുത്ത ആള്, നമ്മുടെ അടുത്തൊരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദേ, പിന്നെ ഞാൻ ഡോക്ടറാണ്, അപ്പൊ ഞാൻ എങ്ങനെ ദുആ ചെയ്യേണ്ടത്? ഇപ്പൊ റസാഖ് ഇപ്പൊ ഒരു പിന്നെ ഡോക്ടറാണ്, ഇല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്നതല്ല. എന്റെ അരികത്തേക്ക് വരുന്നവരുണ്ടല്ലോ, പടച്ചവനെ അവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ. എന്റെ സ്ഥാപനങ്ങളിൽ വരുന്നവരുണ്ട്, അവരുടെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഏത് സ്ഥാപനം നടത്തുന്നവരാണെങ്കിലും യാ ഗനിയ്യു യാ അല്ലാ, യാ മുഗ്നി യാ അല്ലാ എന്ന ഈ പരിശുദ്ധമായ ദിക്റൊന്ന് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അവിടെയാ നമ്മൾ വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അവിടെയാ നമുക്ക് സന്തോഷം ലഭിക്കുന്നത്, അവിടെയാ നമുക്ക് ആനന്ദം ലഭിക്കുന്നത്, അവിടെയാണ് സ്വർഗത്തിന്റെ എല്ലാ വിലാവിന്റെ പൊന്നു വെളിച്ചങ്ങളും അവിടെയാ നമുക്ക് കടന്നു വരുന്നത്. ഏറ്റവും നല്ല സന്തോഷം വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഈ രണ്ട് ദിക്റിന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരും നല്ല നിയ്യത്തോടെ കുറച്ച് സ്വലാത്ത് നമുക്ക് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സോനമേ, ഇഷ്ഖറിയാതെ പാടിടോം നീവൻ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
الصلاة والسلام عليك يا حبيب الله പുന്നാരക്കനി പൂന്തിങ്കൾ നബി കരുണക്കാടലേ നൂറുള്ള അറിവിൻ്റെ ബദലെങ്കിടും ഒരു സ്നേഹതാരമേ സല്ലല്ലാഹു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പുന്നാരക്കനി പൂന്തിങ്കൾ നബി ആരംഭക്കനി യാസീനേ അറിവിൻ്റെ മലർ പോവായുള്ളൊരു തിങ്കളേ കനി പൂന്തേനേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പാപിയായുള്ള ഞങ്ങൾ നീട്ടുന്ന കൈകളെ നീ തടുക്കല്ലേ ആരംഭക്കനി നൂറോരായുള്ള മുസ്തഫ നബി സയ്യിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. സന്തോഷം നിറച്ചു തരണേ അല്ലാഹുവേ. പടച്ച റബ്ബേ, പടച്ചവനെ, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം തരണേ അല്ലാഹുവേ. ജീവിതത്തിൽ നിന്റെ പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് മടങ്ങാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ പോലെ അപസ്മാരം പോലത്തെ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. സങ്കടത്തിലാക്കല്ല അല്ലാ. ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞ് തീരാത്ത ദുഃഖങ്ങളാണ്, സങ്കടങ്ങളാണെന്ന് പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരുടെയൊക്കെ മനസ്സിന്റെ സന്തോഷങ്ങളെല്ലാം നിറവേറ്റി നീ കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ അല്ലാ. വേദനകൾ കൊടുക്കല്ലേ അല്ലാ. ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്നവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല മനസ്സ് കൊടുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് പടച്ചവനെ അല്ലാ. എന്ത് പറഞ്ഞാൽ സന്തോഷമൊത്തുള്ള സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവരാണ് അല്ലാഹുവേ. അതുപോലെ ഉള്ള ഒരുപാട് ചുറുചുറുക്കുള്ള
ബുദ്ധിമുട്ടുള്ള ചെറുപ്പക്കാരെ അറിയാ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ ആലിസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, ഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله